ഞങ്ങളെ കുടുംബവുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരിലാണ് ഗോവിന്ദേട്ടൻ ഇവിടെ വന്നത്. പാർട്ടി ഒന്നും നോക്കിയിട്ടായിരിക്കില്ല അദ്ദേഹവും വന്നത്, ഞങ്ങളും സ്വീകരിച്ചത്. ഞങ്ങളെ വീട്ടിൽ ആര് വരുമ്പോൾ ഞങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കും. അത് ഞങ്ങളെ മറക്കാത്തത് കൊണ്ടും ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും വന്നതല്ലേ. അവർ എത്ര പാർട്ടിക്കാർ ഇവിടെ വരുന്നുണ്ട്, എത്ര ജനങ്ങൾ വരുന്നുണ്ട് ഇവിടെ, എത്രയോ ജനങ്ങൾ ഇപ്പോഴും. ഞാനിവിടെ ഉണ്ടാക്കി വെച്ചതാണ് ആ മ്യൂസിയം, ഞാൻ ഉണ്ടാക്കി വെച്ചത് ആ സ്റ്റാച്യു. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ, ഇപ്പം നിങ്ങൾക്ക് ആ ബുക്കിൽ ഒപ്പിട്ടെന്നൊക്കെ അല്ല അറിയാം, എത്ര ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണാൻ വന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളോടോ അദ്ദേഹത്തോടോ ഉള്ള സ്നേഹം കൊണ്ട് വന്നതല്ലേ. അപ്പം ആര് വന്നാലും ഞാൻ സ്വീകരിക്കും, എൻ്റെ വീട്ടിൽ വന്നാൽ. അതിൽ പാർട്ടിയൊന്നും ഞാൻ നോക്കില്ല. പാർട്ടിയുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അതാരെ ഗോവിന്ദ മാഷ് നമ്മൾ മാറ്റി നിർത്തേണ്ട ആളാണോ? അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിൽ വരുന്ന ആളാണ്, ഞാൻ സ്നേഹത്തോടെ സ്വീകരിക്കും. ഈ പറഞ്ഞ വാചകങ്ങളൊന്നും ഞാൻ ഒരിക്കലും പറയില്ല, അത്രയേ ഉള്ളൂ. പാർട്ടിക്കെതിരെ സംസാരിക്കേണ്ട ആളല്ല ഞാൻ. ഇപ്പം ഞാനൊന്നും അതിനെക്കുറിച്ചൊന്നും പറയില്ല. ഏകദേശം ഒരു കൊല്ലത്തോളം ഡൽഹിയിൽ താമസിച്ചിട്ടുണ്ട്. ഞാനതൊന്നും മറക്കില്ല. അങ്ങനെ ഒരു ബന്ധമുള്ള ഒരാൾ വീട്ടിൽ കയറി വരുമ്പോൾ വേണ്ടെന്ന് അറിയാം. എനിക്ക് വലിയ ഇഷ്ടമാണ് കുടുംബത്തോട്, അതിലൊരു തർക്കമില്ല. ഞങ്ങൾക്കെതിരെ ഉണ്ടായതുപോലെ ആർക്കെതിരെയാണ് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മീഡിയയിലോ ഒന്നും ഞങ്ങൾക്കെതിരെ പറഞ്ഞിട്ടില്ലേ. ഇപ്പം അതെല്ലാം ശീലിച്ചു പോയി. പറഞ്ഞോട്ടെ, പാർട്ടിക്കാർ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളതൊക്കെ ശീലിച്ചു പോയി. ആരെ കൊണ്ട് പറയുമ്പോൾ എനിക്കറിയാം, ഇല്ലല്ല 2 ദിവസം ആയുസേ ഉള്ളൂ, അത് പറഞ്ഞോട്ടെ, അതൊന്നും വിഷയമല്ല. എന്തിനാ ഞാൻ ദുഃഖിക്കുന്നത്? അത് പറയൂ. നിങ്ങൾ എന്നെ കൊണ്ട് സന്തോഷമാണെന്ന് പറയാനോ, ഞാൻ പാർട്ടി വിരുദ്ധയാണ് എന്ന് കാണിക്കലാണോ നിങ്ങളുടെ ഉദ്ദേശം? അങ്ങനെയൊന്നും ഞാൻ പറയില്ല, അത് ഞാൻ പറഞ്ഞേക്കാം. എന്താ അങ്ങനെ പറഞ്ഞു? എന്തിനാ ഞാൻ സങ്കടപ്പെടുന്നേ? ജനങ്ങൾ വോട്ട് കൊടുത്തിട്ടല്ലേ വിജയിച്ചത്, അല്ലേ? അതുകൊണ്ട് വെറുതെ മാറ്റി ഞാൻ വിജയിച്ചെന്ന് പ്രഖ്യാപിച്ചില്ലല്ലോ. അപ്പം ജനങ്ങളുടെ ഇതിനെ ഞാൻ മാനിക്കണ്ടേ? ഞാൻ ജനവിധി മാനിക്കും. എൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ മ്യൂസിയം എൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിട്ടത് എൻ്റെ പാർട്ടിക്കാൾ വിമർശിച്ചു എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ, അത്രയേ ഉള്ളൂ. നെവർ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. അതെല്ലാം ഒരു അർത്ഥശൂന്യമായ ചോദ്യങ്ങളും ഞാൻ അതിന് ഉത്തരം പറയാനും പാടില്ല. അതൊന്നും എന്നെ ബാധിക്കില്ല. ഇവിടെ വന്നിരുന്നല്ലോ, PK ശ്യാമള ടീച്ചർ എന്നെ കാണാൻ വന്നിരുന്നല്ലോ സ്ഥാനാർത്ഥിയായപ്പം. ഈ കണ്ണൂർ ജില്ലയിലെ 8 സ്ഥാനാർത്ഥികളും എന്നെ കാണാൻ വന്നിരുന്നല്ലോ. ഞാൻ വളരെ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചിരുന്നല്ലോ. എൻ്റെ വീട്ടിൽ വരുന്ന ആൾക്കാരോടെല്ലാം ഞാൻ അങ്ങനെ പെരുമാറും. അതായത് നിങ്ങൾ ഈ പറയുന്ന പാർട്ടി എനിക്കെതിരെ പറയുന്നവരല്ലേ, പാർട്ടീൻ്റെ എല്ലാവരും വരുമ്പോൾ ഞാൻ അങ്ങനെയല്ലേ പറയുന്നുള്ളൂ. ഞാൻ അത്രേ ഇതിലെല്ലാം കാണുന്നുള്ളൂ.